ബി.ജെ.പിക്ക് ഇത്തവണ കേരളത്തിൽ അനുകൂലമായി എന്ത് ഘടകങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? മോദി വരുന്നു, മോദി വന്നു, 3 മാസത്തിനിടയ്ക്ക് 4ാമത്തെ തവണ വന്നിരിക്കുന്നു, പത്തനംതിട്ടയിൽ പ്രചാരണം തുടങ്ങുന്നു എന്നൊക്കെ പറയാം. പക്ഷേ കഴിഞ്ഞ തവണയും മോദി വന്നിട്ടുണ്ട്, എണ്ണം ഇത്രയില്ലെങ്കിലും. അപ്പോൾ അതൊരു പ്രധാന ഘടകമാകുമെന്ന് എങ്ങനെ വാദിക്കാനാകും? മറ്റൊന്ന്, ശബരിമല പോലുള്ളൊരു സുവർണാവസരം കഴിഞ്ഞ തവണയുണ്ടായിരുന്നു, പക്ഷേ അത് ഗുണം ചെയ്തത് കോൺഗ്രസിനാണ്. ഇത്തവണ അങ്ങനെ ഒരു വിഷയവുമില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ബി.ജെ.പിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ട്രാക്ക് റെക്കോർഡാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് എന്ത് വികസനമാണ്, എന്ത് മാറ്റമാണ് ഞങ്ങൾ ചെയ്തത് എന്നതാണ് സാധാരണ വോട്ടർമാർക്ക് മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ എന്ത് കാര്യത്തിലാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വ്യക്തവും നല്ലതുമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്, രാജ്യത്തെ അടുത്ത 5 കൊല്ലമോ 10 കൊല്ലമോ നയിക്കാനുള്ളൊരു വിഷൻ ഞങ്ങൾക്കുണ്ട് എന്നുള്ള പേരിലാണോ? അല്ല, അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല. അവരുടെ ആകെ വാഗ്ദാനം ബി.ജെ.പിയെ മറ്റവരെക്കാൾ നന്നായി എതിർക്കുന്നത് ഞങ്ങളാണെന്നുള്ളതാണ്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് അവരുടെ ഉള്ളത്. RSSനെ എതിർക്കാൻ, ബി.ജെ.പിയെ എതിർക്കാൻ, കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളെ മുഴുവൻ അൺഡു ചെയ്യാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണം. ആരാണ് ബി.ജെ.പിയെ കൂടുതൽ നന്നായി എതിർത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിലാണ് ഇവർ തമ്മിൽ മത്സരം പോലും. അതല്ലാതെ ഒരു സംഘടന എന്ന രീതിയിലോ, ഒരു മുന്നണി എന്ന രീതിയിലോ, ഒരു നേതൃത്വം എന്ന രീതിയിലോ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒന്നും മുന്നോട്ട് വെക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനമായിട്ട് ഒരു വശത്ത് വികസന നേട്ടം പറയുന്നു, മറുവശത്ത് നിങ്ങൾ വർഗീയതയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാദമാണല്ലോ. അവിടെ രാമക്ഷേത്രം നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാകുന്നു. ഇപ്പോൾ ആകട്ടെ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ രാമക്ഷേത്രം കൊണ്ട് പോരാ എന്നതുകൊണ്ടായിരിക്കാം CAA വീണ്ടും ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിലൂടെ നേട്ടം കൊയ്യാമെന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് കേരളത്തിൽ നടപ്പാകില്ല എന്ന് കോൺഗ്രസും CPM ഒരുമിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കേണ്ടി വരില്ലേ? നോക്കൂ, ഒന്ന് രാമക്ഷേത്രം ആയിക്കോട്ടെ, CIA ആയിക്കോട്ടെ, ഇത് രണ്ടും വർഗീയമായിട്ടുള്ള വിഷയങ്ങളാണെന്നുള്ളത് അങ്ങയുടെ മുൻവിധിയാണ്, അങ്ങയുടെ ആരോപണമാണ്. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. രാമക്ഷേത്രം കേന്ദ്ര സർക്കാരല്ല നിർമ്മിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പണിയാനുള്ള പള്ളിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യമായ ബോധ്യവും അതിനെക്കുറിച്ചുള്ള വിശദീകരണവും നൽകേണ്ടതുണ്ടല്ലോ. രാമക്ഷേത്രം വളരെ വേഗത്തിൽ പൂർത്തിയാവുകയും പള്ളി പണിയാനുള്ള സ്ഥലം അവിടെ ഇങ്ങനെ കിടക്കുകയുമാണ്. അപ്പോൾ അതിലും കേന്ദ്ര സർക്കാരിന് തുല്യമായ ഉത്തരവാദിത്തമാണല്ലോ ഉള്ളത്. ശ്രീമതി, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നോക്കൂ, രാമക്ഷേത്രം നിർമ്മിക്കാൻ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ന്യാസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റിനെ ചുമതലപ്പെടുത്തി. ആ ട്രസ്റ്റ് ആ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയി വേഗത്തിൽ പണി പൂർത്തീകരിച്ചു. ഈ പള്ളി നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിനെയാണ് ചുമതലപ്പെടുത്തിയത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനകളെ തന്നെയാണ് അതിനുവേണ്ടി കാര്യങ്ങൾ ട്രസ്റ്റിനെ വിടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോയി മോദി പ്രധാനപ്പെട്ട പൂജാരിയായത്? എന്തിനാണ് മോദി കർമ്മങ്ങൾ നിർവഹിച്ചത്? എന്തിനാണ് രാമക്ഷേത്രം പ്രധാന വിഷയമാക്കി ഉന്നയിക്കുന്നത്? അത് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് RSS തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. എന്തിനാണ് ഇപ്പോൾ അതിലൊരു ഒളിച്ചുകളി? ശങ്കുട്ടി ദാസ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. അതിലൊരു ഒളിച്ചുകളിയില്ല. ശ്രീമതി സ്മൃതി, നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ അത് അവസാനിപ്പിക്കും. നിങ്ങൾ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉത്തരം പറയാനുള്ള അവസരം കൂടി വേണ്ടേ? രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വർഗീയ വിഷയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രാമക്ഷേത്രം ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന BJP 1989 പാലംപൂർ റെസൊല്യൂഷനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും ആരായുന്നു. നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൻ്റെ മൂവ്മെൻറ്റിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. LK അദ്വാനിയുടെ നേതൃത്വത്തിലാണ് രാമക്ഷേത്രത്തിന് വേണ്ടി രഥയാത്ര നടന്നിട്ടുള്ളത്. BJP രാമക്ഷേത്രം ഞങ്ങളുടെ അജണ്ടയില്ലാതെ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്താൻ അതിന്റെ ചുമതലപ്പെട്ട ട്രസ്റ്റ് നരേന്ദ്രമോദിയാണ് ക്ഷണിച്ചത്. അവരുടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥിയായിട്ട് അത് ചെയ്യാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. 1951 സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അന്ന് പ്രാണപ്രതിഷ്ഠ നടത്താൻ രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചത്. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ ആ പ്രാണപ്രതിഷ്ഠ? രാമക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ രാമക്ഷേത്രവും CAAയും വരുമ്പോൾ അത് ഇവിടെ എങ്ങനെ വോട്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ രാമക്ഷേത്രമോ CIAയോ അല്ലല്ലോ കേരളത്തിൽ പറയുന്നത്. ഞങ്ങൾ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ എന്താണ് കഴിഞ്ഞ 10 വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു സമയത്ത് ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഈ രാജ്യം ഇന്ന് വരെ കാണാത്ത അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു പരിണാമം കൊണ്ടുവന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ലോകത്തിലെ 10ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു രാജ്യമെങ്കിൽ ഫ്രജൈൽ 5 എക്കോണമി എന്ന് പറയപ്പെട്ടിരുന്ന ദുർബലമായിട്ടുള്ള എക്കോണമികളിൽ ഗണിക്കപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ
എക്കോണമി എങ്കിൽ ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ബ്രിട്ടനെ പോലും മറികടന്നുകൊണ്ട് 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി. അടുത്ത ടേമിൽ 3ാമത്തെ ടേമിൽ രാജ്യത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്നാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യം നിങ്ങൾ എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ എങ്ങനെയാണ് 93,000 കിലോമീറ്റർ റോഡ് ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ 1.5 ലക്ഷം കിലോമീറ്റർ നാഷണൽ ഹൈവേകൾ ഉണ്ടായത്, എങ്ങനെയാണ് 14 കിലോമീറ്റർ പെർ ഡേ നാഷണൽ ഹൈവേ വികസനം നടത്തിയത് രാജ്യം ഇന്ന് 28 കിലോമീറ്റർ പെർ ഡേ നാഷണൽ ഹൈവേ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് 74 എയർപോർട്ട് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് 148 എയർപോർട്ടുകൾ ഉണ്ടായത്. ഈ തുടങ്ങിയിട്ട് ഏത് മേഖലയിലും ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു ഭാഗത്തുണ്ട്. അതേ സമയത്ത് തന്നെ ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് നിങ്ങളിപ്പോൾ രാമക്ഷേത്രത്തെയും അല്ലെങ്കിൽ സെങ്കോലിനെയും ഒക്കെ വർഗീയത എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നതെങ്കിൽ ഞങ്ങളത് ഈ രാജ്യത്തിന്റെ തനതായിട്ടുള്ള പാരമ്പര്യം അതിന്റെ പക്ഷേ താങ്കൾ പറയാതെ തന്നെ പറഞ്ഞു കേരളത്തിൽ നിങ്ങൾ ഉന്നയിക്കുക വികസന നേട്ടങ്ങളാണ്, 10 വർഷത്തെ വികസന നേട്ടങ്ങളാണെന്ന്. ഞാൻ അൻവർ ഷാ പാലോടിലേക്ക് പോകുന്നു. അൻവർ ഷാ പാലോട് അല്ല, ഞാൻ അതിലേക്ക് ഒറ്റ ഉത്തരം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മാത്രമേ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ളൂ, ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 7 പതിറ്റാണ്ടുകളുടെ വികസന ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാണ് ഞങ്ങൾ ചെയ്തത്. കഴിഞ്ഞ 70 വർഷങ്ങൾ കൊണ്ട് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകളെ തിരുത്തുകയാണ് നമ്മൾ ചെയ്തത്. ഈ രാജ്യത്തെ സെൽഫ് കോൺഫിഡൻസ് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത്. ഇനിയുള്ള അടുത്ത 5 വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത ഒരു പതിറ്റാണ്ടിൽ നമ്മൾ ഈ രാജ്യത്തിനുള്ള അടുത്ത 1000 വർഷത്തേക്കുള്ള റോഡ് മാപ്പ് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ആ പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ തിരിയുന്നത്. അതാണ് രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയം. രണ്ടാമത് ഒരു മുന്നണി എന്നുള്ള രീതിയിലോ ഒരു സംഘടന എന്ന രീതിയിലോ BJPയോട് താരതമ്യം ചെയ്യാവുന്ന ഒരു മുന്നണിയോ ഒരു സംഘടനയോ എതിർവശത്തില്ല. ഒരു നേതാവ് എന്ന രീതിയിൽ നരേന്ദ്രമോദിയോട് താരതമ്യം ചെയ്യാവുന്ന ഒരു നേതാവോ ഒന്നിലധികം നേതാക്കന്മാരോ ഈ പറയുന്ന INDA അലയൻസിൽ ഒന്നുമില്ല. BJPയിലും മറ്റു നേതാക്കളില്ല. അതുകൊണ്ട് മോദിയെ തന്നെ എല്ലായിടത്തും എല്ലാ റാലിയിലും എല്ലാ സ്ഥലത്തേക്കും പ്രചാരണത്തിന് മോദിയെ തന്നെ കൊണ്ടുപോകുന്നു. ഒറ്റ മോദി എന്ന ഒറ്റ നേതാവിൽ ഒതുങ്ങുകയാണ്. അതാണ് BJPയെ സംബന്ധിച്ചുള്ള വിഷയം. അല്ല, പ്രചാരണത്തിൽ മോദിയാണല്ലോ മോദി അല്ലല്ലോ, മോദിയുടെ ഗ്യാരണ്ടിയാണല്ലോ, മോദിയുടെ മാത്രം ഗ്യാരണ്ടിയാണല്ലോ. അല്ലാതെ NDA സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ലല്ലോ, മോദിയുടെ ഗ്യാരണ്ടിയാണല്ലോ. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി തന്നെ പറയുകയാണല്ലോ. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടി മോഡി അല്ലാണ്ട് പിന്നെ യോഗി ആദിത്യനാഥിനെയാണോ മുന്നോട്ട് വെക്കേണ്ടത്? BJPയിൽ എന്താണ് ഇഷ്ടം പോലെ നിരവധി നേതാക്കന്മാരുണ്ട്. അമിത്ഷാ ഉണ്ട്, JP നഡ്ഡ ഉണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ എന്താ പറയാ സ്മൃതി ഇറാനി ഉണ്ട്, അങ്ങനെ നിർമ്മല സീതാരാമൻ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖർ Debate with Smriti Parithikad.